യുഎഇയുടെ കിഴക്കൻ തീരമായ ഫുജൈറ കഴിഞ്ഞയാഴ്ച ആഘോഷ ലഹരിയിലായിരുന്നു. ഇന്ത്യയുടെ വിവിധ സംസ്കാരങ്ങളെ കോർത്തിണക്കി അരങ്ങേറിയ ഇന്ത്യ ഫെസ്റ്റ്. ആയിരങ്ങളാണ് ആ മേള ആസ്വദിക്കാൻ എത്തിയത്. ഫുജൈറ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബാണ് ഇന്ത്യ ഫെസ്റ്റ് എന്ന പേരിൽ ഇങ്ങനെയൊരു ആഘോഷരാവൊരുക്കിയത്. സോഷ്യൽ ക്ലബ്ബ് ആസ്ഥാനത്തോട് ചേർന്ന മൈതാനിയിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി. വേദിയിൽ ഇന്ത്യയുടെ വൈവിധ്യത്തിന്റെ അഴക് വിളിച്ചറിയിക്കുന്ന കലാപ്രകടനങ്ങൾ. മൈതാനത്തൊരുക്കിയ 50-ലേറെ സ്റ്റാളുകളിൽ ഇന്ത്യയുടെ രുചി വൈവിധ്യത്തെ വിളിച്ചറിയിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ. ഫുജൈറയിലെ മാത്രമല്ല, യുഎഇയുടെ കിഴക്കൻ തീരത്തെ പട്ടണങ്ങളായ കൽബ, ദിബ്ബ, ഖുർഫുഖാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ സോഷ്യൽ ക്ലബ്ബുകളും വിവിധ സാംസ്കാരിക സംഘടനകളും കൈകോർത്താണ് വിപുലമായ ഈ ആഘോഷമൊരുക്കുന്നത്. ഈ പ്രദേശത്തെ മൊത്തം ഓർഗനൈസേഷനുകളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനകളും ഫുജൈറ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ കുടക്കീഴിൽ എല്ലാവരും അണിനിരക്കുകയാണ്. എല്ലാ സംഘടനകളുടെയും കൾച്ചറൽ പരിപാടികളും ഫുഡ് സ്റ്റാളുകളും മറ്റ് സ്റ്റാളുകളും എല്ലാം ഇതിലുണ്ട്. അതുകൊണ്ട് ഈ നമ്മുടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ഇവിടെ ഞങ്ങൾക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി ഫുജൈറ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ ഒരു കുടക്കീഴിൽ വന്നിരിക്കുകയാണ്. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ പവിത്രകുമാർ മജുംദാർ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ രക്ഷാധികാരിയായ യുഎഇ പൗരപ്രമുഖൻ അബ്ദുൽ ഗഫൂർ ബഹ്റൂസിയാൻ മുഖ്യ പ്രഭാഷകനായി എത്തി. യുഎഇയുടെ കിഴക്കൻ തീരത്തെ പ്രവാസികളായ ഇന്ത്യക്കാർ മുഴുവൻ തങ്ങളുടെ സാംസ്കാരിക തനിമകൾ വിളിച്ചോതി ഇവിടെ സംഗമിക്കുന്നു എന്നതാണ് ഈ മേളയെ വേറിട്ടതാക്കുന്നത്. എങ്ങനെ എൻജോയ് ചെയ്യുന്നു ഇന്ത്യ ഫെസ്റ്റ്? അടിപൊളിയാണ്. നമ്മുടെ 3ാമത്തെ വർഷം നമ്മുടെ ഇവിടെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. സൂപ്പറായിരുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന എന്ത് സാധനം? അത് പറയാൻ പറ്റില്ല. എല്ലാ സ്റ്റാളും നല്ല നല്ല പ്രത്യേക സാധനങ്ങളുണ്ട്. അതൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കണതിന്റെ അർത്ഥം എന്താ? ഡിസ്പ്ലേ ആണിത്. സാധനങ്ങൾ അവിടെ ഉണ്ട്, വാങ്ങിക്കാം. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഇന്ത്യ ഫെസ്റ്റിന് വരുന്നത്. പക്ഷേ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞങ്ങളിവിടെ സ്കൂളിലെ ടീച്ചേഴ്സാണ്. അപ്പോൾ സ്കൂൾ ഫ്രണ്ട്സ് പഴയ ഒരു കോളേജ് ഫെസ്റ്റിനൊക്കെ വന്ന ഒരു നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഇന്ത്യ ഫെസ്റ്റ് നല്ലപോലെ എൻജോയ് ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യയുടെ കുറച്ച് പരിപാടികളൊക്കെ കാണാം. പിന്നെ ഇന്ത്യയിലെ ആളുകൾ മുഴുവൻ നമ്മൾ അറിയുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ ഇന്ത്യ എന്ന പേരിൽ നമ്മളെല്ലാവരും കൂടെ കാണുമ്പോൾ വേറൊരു ഫീലല്ലേ. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമുക്കിപ്പോൾ നാഷണൽ ആന്തം ഒന്നും അങ്ങനെ കേൾക്കാനില്ല. ഇവിടെ പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വികാരവും അതൊക്കെ ഭയങ്കര വലുതാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഫ്രണ്ട്സിനെ എല്ലാവരും കണ്ടുമുട്ടാനുള്ള ഒരു അവസരം കൂടിയാണത്. പിന്നെ പല രുചികൾ പരീക്ഷിച്ചു, എല്ലാം നന്നായിട്ടുണ്ട്. ദുബായ് മലയാളികൾക്കൊക്കെ ഒരു നാട് ഇവിടെ ആയ ഒരു പ്രതീതിയാണ്. സ്റ്റോളുകളും നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവ പറമ്പിലൊക്കെ പോകുന്ന അതേ ഒരു ഇഫക്റ്റാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ ഞങ്ങളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. ഇത് എല്ലാ വർഷവും ഉണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ കളർഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഫുജൈറയെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രോഗ്രാമാണ്. കാരണം നമുക്കെല്ലാം ഇവിടെ ലിമിറ്റഡ് ആണ്. എന്ത് പ്രോഗ്രാമായാലും ലിമിറ്റഡ് ആണ്. ഇപ്പോൾ കമ്പയർ ചെയ്ത് ദുബായ് എവിടെ നോക്കിയാലും നമ്മളെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രോഗ്രാമാണ്. പരിപാടി കൊള്ളാം. കുട്ടികളുടെ ഡാൻസ് ഒക്കെ നല്ല രസമുണ്ട്. ഈ പരിപാടിക്ക് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. ഇവിടുത്തെ ഫുഡ് മെയിൻ കല്ലുമ്മക്കായി അത് ഇഷ്ടംപോലെ കഴിച്ചു. ഞങ്ങൾ പാർസലും വാങ്ങി. പിന്നെ ഡാൻസ് പവർഫുൾ ഡാൻസ് ആയിരുന്നു. സൂപ്പർ സ്റ്റൈൽ, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈമാണ്. മീഡിയ വണ്ണും വർണ്ണാഭമായ ഇന്ത്യൻ ഫെസ്റ്റിന്റെ ഭാഗമായിരുന്നു. സ്റ്റാളിൽ മത്സരങ്ങൾ ഒരുക്കിയാണ് മീഡിയ വൺ സന്ദർശകരെ വരവേറ്റത്. ജേതാവിനെ കണ്ടെത്താൻ നടത്തിയ നറുക്കെടുപ്പിൽ ജ്യോതിലക്ഷ്മി ജയകുമാർ സ്വർണ്ണ നാണയം സമ്മാനമായി നേടി. 8000-ലേറെ കാണികൾ ഇന്ത്യ ഫെസ്റ്റ് ആസ്വദിക്കാനെത്തിയെന്നാണ് കണക്ക്. ഇവിടെ ഈ മേളയ്ക്കെത്തിയവർ ഇനി അടുത്ത ഇന്ത്യ ഫെസ്റ്റിന് ഒത്തുകൂടാൻ ഉറപ്പിച്ചാണ് മൈതാനിയിൽ നിന്ന് മടങ്ങിയത്.